ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘവുമായി അൽഫലാഹ് സർവകലാശാലയ്ക്കുള്ള ബന്ധം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് ഫരീദാബാദ് പോലീസ്. 2 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടറും അടങ്ങുന്നതാണ് സംഘം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് സർവകലാശാലയ്ക്കുള്ള ബന്ധം അത്രത്തോളം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ അൽഫലാഹ് സർവകലാശാലയിൽ നിന്നും നിരവധി ഡോക്ടർമാർ അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ അൽഫലാഹ് സർവകലാശാലയ്ക്ക് ഡൽഹി സ്ഫോടനത്തിലെ തീവ്രവാദ സംഘവുമായി ഉള്ള ബന്ധം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു ഫരീദാബാദ് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ആ ഒരു സംഘം. അതിൽ ഒരു ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്നതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സർവകലാശാലയുടെ പ്രവർത്തനം, സാമ്പത്തിക മാർഗം എന്നിവയാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദർ കുമാർ ഗുപ്ത സർവകലാശാലയെ സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലും വന്നിരുന്ന പുതിയ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഫരീദാബാദിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശ ബന്ധമുണ്ട് എന്നുള്ളതാണ്. 3 വിദേശികളുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊരു കണ്ടെത്തലിലേക്ക് NIA അടക്കം എത്തിയ ഒരു സാഹചര്യമുണ്ട്. NIA ഒരു ഭാഗത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഫരീദാബാദ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘം, ആ സംഘത്തിന് അൽഫലാഹ് സർവകലാശാലയുമായുള്ള ബന്ധം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷണവുമായി മുന്നോട്ടുണ്ടാകും. ഫരീദാബാദ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും കൂടി NIAക്ക് സഹായകമായി ഒപ്പമുണ്ടാകുമെന്നുള്ളതാണ്. രണ്ടും സമാന്തരമായി 2 ഭാഗങ്ങളിൽ കൂടി സമാന്തരമായി അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ 2 ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ NIA കൂടാതെ ഫരീദാബാദ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം, 2 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം, സർവകലാശാലയുടെ പ്രവർത്തനം, സാമ്പത്തിക മാർഗം എന്നിവയൊക്കെയാണ് പ്രധാനമായും അന്വേഷിക്കുക എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദർ കുമാർ ഗുപ്തയുടെ പ്രത്യേക നിർദ്ദേശവും കൂടിയുണ്ട്. സർവകലാശാലയെ സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടിയാണ് സതേന്ദർ കുമാർ ഗുപ്ത ഫരീദാബാദ് പോലീസ് കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതിനെതിരായ ഹർജിയിൽ